ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവില് ഇപ്പോ അക്ബറിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. വെറുതെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് എന്തുണ്ട് അക്ബർ എന്ന് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് പറയാമല്ലോ ബിഗ് ബോസ്, എനിക്ക് നല്ല പേടിയുണ്ട്, ആശങ്കയുണ്ട്. പുറത്ത് പാട്ട് പാടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പാട്ട് പാടാനുള്ള അവസരം ഒന്നും ഇനി ലഭിക്കാതാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് നല്ല ആശങ്കയുണ്ട്. നെഗറ്റീവായിട്ടുള്ള രീതിയിലാണോ പുറത്തേക്ക് പോയിരിക്കുന്നത്, അതൊക്കെ ഓർത്ത് നല്ല വിഷമമുണ്ട്. ഇത് ഷോ ഒന്നും കണ്ടിട്ട് വന്ന ഒരാളൊന്നും അല്ല. പക്ഷെ ഇത്രയും ദിവസം തോന്നുന്നത് കാണിച്ച് അങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നു എന്നും അക്ബർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നൊരു കാര്യം, അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം, വേറുള്ള കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്ബർ പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിന്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസിനോട് ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുന്നുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്ബറിന് നല്ല പേടിയുണ്ട് പുറത്തേക്ക് വരാനായിട്ട്. കാരണം അത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു ഗെയിമാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളത് അക്ബറിന് നല്ലപോലെ അറിയാം. അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി എല്ലാം പ്രൊഫഷണൽ ലൈഫിനെ എങ്ങനെ ബാധിക്കും ഇതൊക്കെ ഓർത്ത് നല്ല ടെൻഷനായിരിക്കും, നല്ല ഡാർക്ക് അടിച്ച് തന്നെ ആയിരിക്കും അതിനകത്ത് നിൽക്കുന്നത്. ശരിക്കും അക്ബർ പറയുന്ന ഓരോ വാക്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രൊഫഷണൽ ലൈഫും കാര്യങ്ങളൊക്കെ സറണ്ടർ ചെയ്തിട്ടാണ് അവിടെയുള്ള ഓരോ വ്യക്തികളും ബിഗ് ബോസിനകത്തേക്ക് പോയിരിക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് അവർക്ക് അവരുടെ ജീവിതവുമായിട്ട് തുടരാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഓരോ കമന്റ് ഇടുമ്പോഴും പ്രേക്ഷകർ അതൊക്കെ ആലോചിക്കുക. ഓരോ നെഗറ്റീവ് കമന്റ് ഇടുമ്പോഴും ഓരോ തെറി ഇവരെയൊക്കെ വിളിക്കുമ്പോഴും അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഫാൻ വാർ കാര്യങ്ങളൊക്കെ ആവാം, അത് മാന്യമായിട്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും